ഈ പ്രയാഗ്രാജിൽ വന്നപ്പോൾ നമ്മൾ പലപ്പോഴും മലയാളികളെ തിരിയാറുണ്ട്. പക്ഷേ മലയാളികളെ കുറേ ആളുകളെ കണ്ടു. ഒപ്പം ഒരു അയ്യപ്പ ക്ഷേത്രവും പ്രയാഗ്രാജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന് കാണാനുള്ളൊരു വലിയ സൗഭാഗ്യമുണ്ടായി. ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം. തത്വമസി എന്ന ബോർഡ് ഇവിടെ നമ്മൾ മലയാളത്തിൽ കാണുകയാണ്. ഒപ്പം അയ്യപ്പ ദേവാലയം എന്നുള്ളതും എഴുതി കാണുന്ന പശ്ചാത്തലമുണ്ട്. അയ്യപ്പൻ്റെ ചിത്രവും അവിടെ പതിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ കർമ്മി കൂടിയാണ്. इधर से अय्यप्पा क्षेत्र बर्थ नहीं है इधर यूपी में? नहीं, यूपी में अपने प्रयागराज का एक ही मंदिर है, इकलौता मंदिर है। हाँ जी। इधर का पूजा सविशेषता कैसा है? पूजे का विशेषता वही जो टाइमिंग वहाँ का है सबरीमला का है, सेम टाइमिंग यहाँ भी है, सेम पूजा भी वही है। हाँ, मकर संक्रांति में भी होगा? जी, मकर संक्रांति में तो हो चुका। हाँ, अभी 3 फरवरी को हमारा प्रतिष्ठा उत्सवम है। हाँ, ഫംഗ്ഷൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മയായിരിക്കും ഇതിൻ്റെ പുറമെ. ഇത് മലയാളികൾ നേരത്തെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം കുറഞ്ഞു. 10-12 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. എല്ലാം ഭംഗിയായിട്ട് അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് എല്ലാം കാര്യങ്ങളും നടക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങൾ മണ്ഡല മാസം 41 പ്രോഗ്രാം, 5 അന്നദാനവും 5 പൂജയെല്ലാം നടക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 3 ഞങ്ങളുടെ ഇവിടുത്തെ പ്രതിഷ്ഠ ഉത്സവമാണ്. അന്ന് ഭഗവാനെ വെളിക്ക് നമ്മൾ എഴുന്നള്ളിച്ച് എല്ലാ പരിപാടികളും അന്നദാനം എല്ലാം ഉണ്ട്. ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട അത്തരം അയ്യപ്പൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? എല്ലാ ചടങ്ങും ഉണ്ട്. നമുക്ക് 5 അന്നദാനം എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ഡല മാസം 1 12 വിളക്ക്, മകരവിളക്ക് 41, പിന്നെ ഭഗവാന്റെ ഇവിടെ പ്രതിഷ്ഠ ദിനത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് റെയറാണ് യു പിയിൽ. ഇല്ല, യു പിയിലില്ല. ഇത് ഈ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ ഇവിടെ. നമ്മുടെ നാട്ടിലെ എല്ലാം വിധിവിധാനത്തോടെ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്ന നാട്ടിലെ നമ്മുടെ പുതുശ്ശേരി മഠം ബ്രഹ്മശ്രീ ഹരീഷൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ തന്ത്രി. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഈ മറ്റുള്ള ആളുകളൊക്കെ യു പി ആയിട്ട് അവരൊക്കെ സഹകരിക്കുന്നുണ്ട്, വരും വിളക്ക് എത്തിക്കുമെന്നോ, അല്ലാതെ മറ്റുള്ള നമുക്ക് അങ്ങനെയുള്ള സഹകരണങ്ങളൊന്നുമില്ല. ക്ഷേത്രം എന്ന് പറയുന്നൊരു വലിയ ഈ പറഞ്ഞ ഈ പ്രദേശ ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങളുണ്ട്, രാമക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ ഹനുമാൻ ക്ഷേത്രങ്ങളുണ്ടല്ലേ, അങ്ങനെയല്ലേ? അതെ, അങ്ങനെ ഒത്തിരി അങ്ങനെ ക്ഷേത്രമുണ്ട്. പക്ഷേ അയ്യപ്പൻ്റെ ഇവിടെ ഒരു ക്ഷേത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ.